നമ്മുടെ ഈ ലോകം ഒരു നാൾ അവസാനിക്കുമെന്നുള്ളത് ശാസ്ത്രം പോലും അംഗീകരിക്കുന്ന കാര്യമാണ്. ഹൈന്ദവ പുരാണങ്ങളിലെ കലിയുഗത്തെക്കുറിച്ചും ക്രൈസ്തവ വിശ്വാസങ്ങളിലെ അന്ത്യകാലത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇസ്ലാം മതം ഈ ലോകാവസാനത്തെക്കുറിച്ച് നൽകുന്ന പ്രവചനങ്ങൾ ഇന്നും ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെച്ച പല അടയാളങ്ങളും ഇന്ന് നമ്മുടെ കൺമുന്നിൽ അക്ഷരപ്രതി സംഭവിക്കുകയാണ്. ആട് മേച്ച് നടന്നിരുന്ന, ചെരുപ്പ് പോലും ധരിക്കാനില്ലാതിരുന്ന ദരിദ്രരായിട്ടുള്ള അറബികൾ ഉയരം കൂടിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്ന പണിയുന്ന കാര്യത്തിൽ പരസ്പരം മത്സരിക്കുന്ന കാഴ്ച നിങ്ങൾ കാണുമെന്ന് പ്രവാചകൻ അന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ കെട്ടിടങ്ങൾക്കായി അറബ് രാജ്യങ്ങൾ തമ്മിൽ മത്സരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അറേബ്യൻ മരുഭൂമികൾ പച്ചപ്പിലേക്ക് തിരിച്ചു വരും എന്നുള്ള പ്രവാചകൻ്റെ പ്രവചനവും ഇന്ന് പുലർന്നുകൊണ്ടിരിക്കുന്നത് നാം കാണുന്ന യാഥാർത്ഥ്യമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോകാവസാനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവചനങ്ങളെല്ലാം കാണാൻ സാധിക്കും. ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടൊരു വീഡിയോ അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ലോകാവസാന സമയത്ത് നടക്കാൻ പോകുന്ന ഒരു വലിയ യുദ്ധത്തെക്കുറിച്ച് പ്രവാചകൻ നമ്മൾ അറിയിക്കുന്നുണ്ട്. ഇത് സ്വഹീഹുൽ ബുഖാരിക്കകത്തുള്ള 2926 ഹദീസ്. ലോകാവസാനം സംഭവിക്കുകയില്ല, ഒരു ഘോരമായിട്ടുള്ള യുദ്ധം സംഭവിക്കുന്നവരെ, മുസ്ലിങ്ങളും യഹൂദരുമായിട്ടുള്ള യുദ്ധം സംഭവിക്കുന്നവരെ. അതുമാത്രമല്ല, അവിടെ ചില അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. യഹൂദ പട്ടാളക്കാർ ഒളിച്ചിരിക്കുന്ന മരങ്ങളായിക്കോട്ടെ, ചെടികളായിക്കോട്ടെ, കല്ലുകളായിക്കോട്ടെ, മതിലുകളായിക്കോട്ടെ എല്ലാം വിളിച്ചു പറയും, എനിക്ക് പിറകിലൊരു യഹൂദ പട്ടാളക്കാരൻ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന്. എല്ലാ മുസ്ലിങ്ങളും അത് കേൾക്കുകയും ചെയ്യും. അതായത് ഒരു മുസ്ലിമിന് ഒരു ട്രാക്കിംഗ് ഡിവൈസിൻ്റെ ആവശ്യം പോലും ഇല്ലാതെ, ഡ്രോണുകൾ പറത്തിക്കൊണ്ട് നോക്കേണ്ട ആവശ്യം പോലും ഇല്ലാതെ വ്യക്തമായിക്കൊണ്ട് യഹൂദ പട്ടാളക്കാരൻ, മുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടി വരുന്ന യഹൂദ പട്ടാളക്കാരൻ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. സ്വഹീഹുൽ മുസ്ലിമിനകത്തുള്ള 2922 ഹദീസിൽ കുറച്ച് എക്സ്ട്രാ ചില കാര്യങ്ങൾ കാണാൻ സാധിക്കും. അതിൽ പറയുന്നത് എല്ലാ ചെടികളും, കല്ലുകളും, മരങ്ങളും, മതിലുകളും ഒക്കെ വിളിച്ചു പറയും, എനിക്ക് പിറകിൽ ഒരു യഹൂദ പട്ടാളക്കാരൻ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന്. പക്ഷേ കർക്കിത് മരം മാത്രം മൗനം പാലിക്കും, അത് മാത്രം മിണ്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു ഹദീസ് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ ഇതിൽ 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഒന്നാമതായിട്ട് പ്രവാചകൻ പറഞ്ഞൊരു കാര്യം, ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു ഘോരമായിട്ടുള്ള യുദ്ധത്തെക്കുറിച്ച്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറയുന്ന സമയത്ത് എന്തായിരുന്നു യഹൂദരുടെ അവസ്ഥ? അന്ന് ചില ഗോത്രങ്ങൾ മാത്രമായിട്ട് അവിടെയും ഇവിടെയും മദീന പോലെയുള്ള സ്ഥലങ്ങളിലും അല്ലെങ്കിൽ പേർഷ്യയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗം ആൾക്കാരായിരുന്നു യഹൂദർ. ക്രൈസ്തവ ഭരണം ഉണ്ടായിരുന്ന റോമിൽ പോലും, ജെറൂസലേമിലേക്ക് പോലും കയറാൻ പോലും അവകാശം ഉണ്ടായിരുന്നില്ല. അവരുടെ പള്ളികളും സിനഗോഗുകളൊക്കെ ഉപയോഗിച്ചിരുന്നത് വേസ്റ്റ് ഇടാൻ വേണ്ടി മാത്രമായിരുന്നു. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഭരണം പിടിച്ചടക്കിയ ശേഷം, ജെറൂസലേം പിടിച്ചടക്കിയ ശേഷമാണ് അവിടേക്ക് യഹൂദരെ തിരിച്ചു കൊണ്ടുവരുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രവാചകൻ്റെ കൂടെ ജീവിച്ച് സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടിട്ടുള്ള അമീറുൽ മുഅ്മിനീൻ ആയിട്ടുള്ള, മുസ്ലിങ്ങളെ ഭരണാധികാരിയായിട്ടുള്ള ഖലീഫയായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ ഹദീസ് മനസ്സിലാക്കിയത് ലോകാവസാന സമയത്ത് നടക്കാൻ പോകുന്ന ഒരു ഇവൻ്റായിട്ടാണ്, അല്ലാതെ യഹൂദരെ കൂട്ടക്കൊല ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ടല്ല മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം യഹൂദരെ ജെറൂസലേമിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും. നിങ്ങൾ മനസ്സിലാക്കേണ്ട, മുസ്ലിം ലോകത്ത് പലപ്പോഴും ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത് യഹൂദ സമുദായമാണ്. അവർക്ക് സ്വന്തമായിട്ട് അവരുടെ കോടതിയും വിശ്വാസങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കാനൊക്കെയുള്ള സകല സൗകര്യങ്ങളും മുസ്ലിം സമുദായം ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വളരെ കുറവ് മാത്രം ഉണ്ടായിരുന്ന, ലോകത്തിലെ എല്ലാ ആളുകളും മാറ്റി ഓടിക്കുന്ന ഈ ഒരു യഹൂദ വിഭാഗം ആളുകൾ, ഈ ആളുകൾ ഭാവിയിൽ അവർ ഉണ്ടാകുമെന്ന് പോലും പറയാൻ സാധിക്കില്ലല്ലോ. കാരണം എത്ര മതങ്ങളില്ലാതായിട്ടുണ്ട് അല്ലേ? നമ്മളെ പഴയ കാലത്ത് ഉണ്ടായിരുന്ന എത്ര മതങ്ങൾ ഇപ്പോൾ ഇല്ല ഇവിടെ, എത്ര പ്രവാചകന്മാരുടെ അനുയായികൾ ഇപ്പോൾ ഇല്ലാതായിട്ടുണ്ട്. എന്തുറപ്പാണുള്ളത് ഭാവിയിൽ യഹൂദർ ഉണ്ടാവും എന്നുള്ളത്? അങ്ങനെയുള്ള യഹൂദർ പിന്നീട് വീണ്ടും പല പ്രാവശ്യം പല പീഡനങ്ങളിലൂടെയൊക്കെ പോയി അവസാനം അവർ ഏറ്റവും അവസാനമായിട്ട് അവർ മുസ്ലിം രാജ്യങ്ങൾ അഭയം തേടുകയും മുസ്ലിങ്ങൾ അവരെ സഹായിക്കുകയും ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു യഹൂദ രാജ്യം അവർ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു മനുഷ്യനെ കൊണ്ട് പറയുക എന്നുള്ളത് പോസിബിൾ ആണോ? നിങ്ങളൊന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കുക. യഹൂദർ ലോകത്തിലെ ഒരു കാലത്ത് പോലും, ഞാൻ മനസ്സിലാക്കുന്നത് വളരെ മുമ്പത്തെ കാലത്ത് രാജ്യം ഭരിച്ചു എന്നല്ലാതെ അടുത്ത കാലത്തൊന്നും വേറൊരു രാജ്യം ഭരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള യഹൂദരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് അവർ നാളെ മുസ്ലിങ്ങളുമായിട്ട് യുദ്ധം ചെയ്യുമെന്നുള്ളത്. ഇത് തന്നെ ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്, ഈ ഒരു പ്രവചനം തന്നെ. ഇത് രണ്ടാമത്തെ ഭാഗത്തേക്ക് കടക്കുന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവർ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഒളിച്ചിരിക്കാൻ ഉപയോഗിക്കുന്ന കല്ലുകളും, ചെടികളും, മരങ്ങളും, മതിലുകളൊക്കെ വിളിച്ചു പറയും, എനിക്ക് പിറകിൽ ഒരു യഹൂദ പട്ടാളക്കാരൻ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന്. ഇപ്പോഴത്തെ കാലത്ത് പോലും യഹൂദർ യുദ്ധം ചെയ്യുന്ന രീതി എങ്ങനെയാണ്? എപ്പോഴും ഒരു ഷീൽഡ് ഉണ്ടാവും അല്ലേ? നേരിട്ട് യുദ്ധം ചെയ്യുക എന്നുള്ള അവരുടെ ഒരു ശൈലിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടം മുതലേ ഇന്നും എല്ലാ കാലത്തും, ഈവൻ ഭാവിയിൽ നടക്കുന്ന ലോകാവസാന സമയത്ത് നടക്കാൻ പോകുന്ന യുദ്ധത്തിൽ പോലും അവർ എന്താ ചെയ്യുക?
ഷീൽഡ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അവർ യുദ്ധം ചെയ്യുക. യഹൂദരുടെ ഈ സ്വഭാവം, യഹൂദ പട്ടാളക്കാരുടെ സ്വഭാവത്തെക്കുറിച്ചിട്ട് അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. സൂറത്ത് അൽ ഹശറിലെ 14-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുകയാണ്, അവർ കോട്ടക്കുള്ളിൽ നിന്നോ മതിലുകൾക്ക് പിന്നിൽ നിന്നോ മാത്രമേ നിങ്ങളുമായിട്ട് യുദ്ധം ചെയ്യൂ. അതായത് അവരുടെ ശൈലി എന്ന് പറയുന്നത് അങ്ങനെയാണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് അവർ മറഞ്ഞിരിക്കാൻ ഉപയോഗിക്കുന്ന സകല വസ്തുക്കളും, ലോഹങ്ങളായിക്കോട്ടെ, എല്ലാം ആയിക്കോട്ടെ, എല്ലാം വിളിച്ചു പറയും. നേരെ മറിച്ച് ഒരു ചെടി മാത്രം വിളിച്ചു പറയില്ല, അത് മൗനം പാലിക്കും. ലിസിയം എന്നൊരു വിഭാഗത്തിൽപ്പെട്ടിട്ട് ഒരു മുൾച്ചെടിയാണെന്നാണ് നിഗമനം. അത് ഇസ്രായേൽ, പാലസ്തീൻ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് കാണുന്ന ഒരു ചെടി കൂടിയാണ് ഈ ഒരു മരം. ഇതിൽ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു കാര്യമാണ് ദജ്ജാലിൻ്റെ വരവ് എന്നുള്ളത്. ദജ്ജാൽ ലോകാവസാന സമയത്ത് ഒരു പെരും നുണയൻ, ഒരു പെരും കള്ളൻ ലോകത്ത് പ്രത്യക്ഷപ്പെടും. അവൻ ലോകം ഭരിക്കുമെന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്, പ്രവാചകൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് ഹദീസുൽ ജസാസ എന്ന് പറയുന്ന ഹദീസിനകത്ത് മനോഹരമായിട്ട് ആരാണ് ഈ ഒരു ദജ്ജാൽ എന്ന് പറയുന്നുണ്ട്. ഇത് സ്വഹീൽ മുസ്ലിമിൻ്റെ അകത്തുള്ള ഒരു ഹദീസ് കൂടിയാണിത്. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു കച്ചവട യാത്ര ചെയ്യുന്ന സമയത്ത്, ഒരു കടൽ യാത്ര ചെയ്യുന്ന സമയത്ത് വഴി തെറ്റിയിട്ട് അദ്ദേഹം ഒരു ദ്വീപിൽ അകപ്പെടുന്നുണ്ട്. ആ ദ്വീപിൽ വെച്ചിട്ട് അദ്ദേഹം ഒരു വിചിത്രമായിട്ടൊരു ജീവിയെ കാണുകയാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു നാച്ചുറലി നമ്മളെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടല്ല, ഒരു അദൃശ്യ ലോകം. ആ ലോകം അള്ളാഹു നമ്മളെപ്പോലുള്ള ആളുകൾക്കെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ദ്വീപിലേക്ക് അദ്ദേഹം എത്തിയ സമയത്ത് അവിടെ വെച്ച് അദ്ദേഹം ഒരു വിചിത്രമായ ജീവിയെ കാണുക. ജീവിയുടെ പേര് ജസാസ എന്നാണ് ജീവിയുടെ പേര്. ആ ജീവിയെ പിന്തുടർന്നുകൊണ്ട്, ആ ജീവിയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് അവർ വലിയൊരു കെട്ടിടത്തിനുള്ളിലേക്ക് എത്തുകയാണ്. ആ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടുള്ള ഒരു ശക്തനായിട്ടുള്ള ഒരു മനുഷ്യനെ, ഒരാളെ അവർ കാണുകയാണ്. ആ വ്യക്തിയുമായിട്ട് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ആ ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടിട്ടുള്ള ആ വ്യക്തി ആദ്യമായിട്ട് ചോദിച്ചത്, ബൈസാനിലെ ഈന്തപ്പനകളെക്കുറിച്ച് എനിക്ക് നിങ്ങൾ പറഞ്ഞു തരൂ, അവ ഇപ്പോഴും കായ്ക്കുന്നുണ്ടോ എന്നാണ്. അതിന് മറുപടിയായിട്ട് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, അത് കായ്ക്കുന്നുണ്ട്, അത് എപ്പോഴും കായ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മറുപടിയായിട്ട് വീണ്ടും ആ ഒരു ചങ്ങലയെ ബന്ധിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി പറഞ്ഞു, അവ കായ്ക്കാതാകുന്നൊരു കാലം ഉടനെ വരും. ഈ ഹദീസിൽ പറയുന്ന ബൈസാൻ എന്ന് പറയുന്ന പ്രദേശം ഇന്നത്തെ ഇസ്രായേലിൻ്റെ അണ്ടറിലുള്ള നോർത്ത് ഡിസ്ട്രിക്റ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ജോർദാൻ താഴ്വരയുടെയും അതുപോലെ തന്നെ ജസ്രീൽ താഴ്വരയുടെയും ഇടയിലുള്ള അതിപ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണത്. കാലങ്ങളായിട്ട് അവിടെ ഈന്തപ്പന കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും അവിടെ ഈന്തപ്പന കൃഷി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഈ വ്യക്തി പറഞ്ഞ പോലെ അത് കായ്ക്കാതാകുന്നൊരു കാലം അത് സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും അവിടെ ഇത്തരത്തിലുള്ള കൃഷി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഈന്തപ്പന കൃഷി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് തൊബരിയ തടാകത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. അതിലിപ്പോഴും വെള്ളമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിന് മറുപടിയായിട്ട് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിൽ ധാരാളം വെള്ളമുണ്ട്. അത് കേട്ടപ്പോൾ ആ ചെങ്ങലയാൽ ബന്ധിക്കപ്പെട്ട വ്യക്തി പറഞ്ഞു, ആ തടാകത്തിലെ വെള്ളം വറ്റിപ്പോകുന്ന കാലം വരാറായിരിക്കുന്നു. പാലസ്തീൻ പ്രദേശത്തിലെ വടക്ക് ഭാഗത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. ലോകപ്രശസ്തമായിട്ടുള്ള ഒരു ശുദ്ധജല തടാകമാണിത്. അന്താരാഷ്ട്ര തലത്തിൽ ഇതിനെ സീ ഓഫ് ഗലീലി എന്നാണ് അറിയപ്പെടുന്നത്. ജോർദാൻ നദി ഈ ഒരു തടാകത്തിലൂടെയാണ് ഒഴുകുന്നത്. ഈ തടാകത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ ജലനിരപ്പ് ചില സമയങ്ങൾ കുറയും, ചില സമയത്ത് കൂടും. ഇങ്ങനെ കൂടുകയും കുറയുകയും ചെയ്യുന്നൊരവസ്ഥ ഈ ഒരു തടാകത്തിന് എപ്പോഴും ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സമയത്ത് തടാകത്തിൽ വെള്ളം നല്ല രീതിയിൽ തന്നെ ഉണ്ട് എന്നുള്ളത്, വെള്ളം കുറഞ്ഞൊരവസ്ഥയിലല്ല ഇപ്പോൾ ഉള്ളത്. ഇതേപോലെ തന്നെ വേറൊരു ഇവൻറ്റ് കൂടി ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതാണ് യഅജൂജ് മഅജൂജിൻ്റെ വരവ്. യഅജൂജ് മഅജൂജ് ഗോത്രങ്ങൾ ലോകത്ത് വരികയും ലോകത്ത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അവർ പോകുന്ന വഴിയിലെല്ലാം അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ അവർ തൊബരിയ തടാകം വഴി നടന്നു പോകുന്ന സമയത്ത്, അവർ യാത്ര ചെയ്യുന്ന സമയത്ത് ആ തൊബരിയ തടാകത്തിൻ്റെ വെള്ളം അവർ കുടിച്ചു വറ്റിക്കുമെന്ന് കൂടി ഹദീസിൽ കാണാൻ സാധിക്കും. അതായത് യഅജൂജ് മഅജൂജ് ഗോത്രങ്ങൾ ഭാവിയിൽ വന്നിട്ട് തൊബരിയ തടാകത്തിൻ്റെ വെള്ളം കുടിച്ചു വറ്റിക്കുമെന്ന് ചില ഹദീസുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രണ്ട് ഹദീസ് ചേർത്ത് വെക്കുന്ന സമയത്ത് പണ്ഡിതന്മാർ പറയാറുള്ളത്, ദജ്ജാലിൻ്റെ വരവോട് കൂടിയിട്ട് വരവിനോട് അടുത്തായിട്ട് ഈ ഗലീലി തടാകം അല്ലെങ്കിൽ തബരിയ തടാകം അതിൻ്റെ ലെവൽ കുറയുകയും അത് വറ്റിയ അവസ്ഥയിലേക്ക് എത്തുകയും പിന്നീട് വീണ്ടും വെള്ളം കൂടി വെള്ളം മുഴുവനായിട്ട് വരുന്ന രണ്ടാമത് വീണ്ടും വെള്ളം നിറയുകയും രണ്ടാമത് വീണ്ടും യഅജൂജ് മഅജൂജ് ഗോത്രക്കാർ വന്നിട്ട് ആ വെള്ളം കുടിച്ച് വറ്റിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള എക്സ്പ്ലനേഷനാണ് കാണാൻ സാധിക്കുന്നത്. ആ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. സുഗർ എന്ന് പറയുന്ന ഒരു സ്പ്രിങ്, ഒരു ഉറവയെക്കുറിച്ച് പറയാൻ പറ്റുമോ? അതിൽ വെള്ളമുണ്ടോ? അവിടുത്തെ ആളുകൾ ആ വെള്ളം കൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതിൽ ധാരാളം വെള്ളമുണ്ട്, ആളുകൾ അത് കൃഷിക്ക് ഉപയോഗിക്കുന്നുമുണ്ട് എന്ന് അദ്ദേഹം മറുപടി പറയുകയാണ്. ഇതിന് ചരിത്രപരമായിട്ടും ഭൂമിശാസ്ത്രപരമായിട്ടൊക്കെ ചില പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ, ചരിത്ര രേഖകൾ പ്രകാരം ഇതൊരു പെരീനിയൽ ഉറവയാണ്. അതായത് വർഷം മുഴുവൻ വെള്ളം ഒഴുകുന്ന ഒന്ന്. ദജ്ജാൽ ചോദ്യത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, ആ പ്രദേശത്തെ ജനങ്ങളുടെ പ്രധാന ജലസ്രോതസ്സും കൃഷിക്ക് ആധാരവും ഈ ഉറവയായിരുന്നു എന്നാണ്. ഇന്ന് ജോർദാനിലെ ഗോർ അസഫി എന്നറിയപ്പെടുന്ന ഒരു ആ പ്രദേശത്താണ് ഈ ഒരു ജലസ്രോതസ്സുകൾ ഇപ്പോഴും കാണുന്നത്. അതിപ്പോഴും അവിടെ ഉണ്ട്. ചാവ് കടലിന് അഥവാ ഡെഡ് സീക്ക് തെക്ക് ഭാഗത്തുള്ള ഈ ഒരു പ്രദേശം കൃഷിക്ക് വളരെ പേര് കേട്ടതാണ്. കൃഷി എന്ന് പറയുന്ന കാര്യം
അത് ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ വെള്ളത്തിൻ്റെ ഉറവകളും കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നാണ് പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് ചോദിക്കുന്ന ചോദ്യം, അറബികൾക്കിടയിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആ ഒരു പ്രവാചകനെക്കുറിച്ച് അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറയൂ. അതായത് ഈ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് അറബികൾക്കിടയിൽ പ്രവാചകൻ വന്നിട്ടുണ്ട് എന്നുള്ളത്. അദ്ദേഹം ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണ്. അതിന് മറുപടിയായിട്ട് തമീമുദ്ദാർ റളിയല്ലാഹു പറയുകയാണ്, അദ്ദേഹം മക്കയിൽ നിന്ന് പുറപ്പെട്ടിട്ട് മദീനയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ് ഈ വ്യക്തി, അറബികൾ അദ്ദേഹത്തോട് യുദ്ധം ചെയ്തോ ചോദിക്കുകയാണ്. അപ്പോൾ അതിന് മറുപടിയായിട്ട് തമീമുദ്ദാർ റളിയല്ലാഹു പറയുകയാണ്, അതെ അവർ യുദ്ധം ചെയ്തു എന്ന് പറയുകയാണ്. അദ്ദേഹം അവരെ കീഴടക്കുകയും അവർ അദ്ദേഹത്തെ അനുസരിക്കുകയും ചെയ്തു എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോൾ വീണ്ടും മറുപടിയായിട്ട് ആ ഒരു വ്യക്തി പറയുകയാണ്, അദ്ദേഹത്തെ അനുസരിക്കുന്നതാണ് അവർക്ക് നല്ലത്. ഇതെല്ലാം പറഞ്ഞ ശേഷം അയാൾ പറയാണ്, ഞാനാണ് ദജ്ജാൽ. അതായത് തമീമുദ്ദാർ റളിയല്ലാഹു അൻഹു ഇത്ര നേരം സംസാരിച്ച ആരുമായിട്ടാണ്? ദജ്ജാലുമായിട്ടാണ്. എന്ന് മാത്രമല്ല ആൾ പറയുകയാണ്, എനിക്ക് ഉടനെ തന്നെ പുറത്തിറങ്ങാനുള്ള അനുവാദം അള്ളാഹു നൽകും എന്നുള്ളതാണ്. അതായത് ലോകത്തെ ജനങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി വരുന്ന, ഉപദ്രവിക്കാൻ വേണ്ടി വരുന്ന, ക്രൂരനായിട്ടുള്ള ഫിത്തനകൾ ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ഏറ്റവും വലിയ പരീക്ഷണമായിട്ടുള്ള, എല്ലാ പ്രവാചകന്മാരും അറിയിച്ച പരീക്ഷണമായിട്ടുള്ള ദജ്ജാൽ, ആ ദജ്ജാലുമായിട്ടാണ് തമീമുദ്ദാർ റളിയല്ലാഹു അൻഹു സംസാരിച്ചത്. ചില ആൾക്കാർ പറയും ഇങ്ങനെ, ഈ ദജ്ജാൽ എന്ന് പറയുന്നത് അതൊരു സാങ്കല്പികമായിട്ടുള്ള കാര്യമാണ്, അല്ലാതെ അത് റിയൽ ആയിട്ടുള്ളൊരു മനുഷ്യനെക്കുറിച്ച്, ഒരു വ്യക്തിയെക്കുറിച്ചല്ല പറയുന്നത് എന്ന് പറയാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, തമീമുദ്ദാർ റളിയല്ലാഹു അൻഹു നേരിട്ട് കണ്ട കാര്യമാണ് അവിടെ വിശദീകരിച്ചിട്ടുള്ളത്, ഒരു സ്വപ്നം പോലും അല്ല എന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായിക്കൊണ്ട് ദജ്ജാലിൻ്റെ രൂപം എന്താണെന്നും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ വലിയ ദജ്ജാൽ വരുന്നതിന് മുമ്പായിട്ട് ഒരുപാട് ദജ്ജാലുകൾ, കുഞ്ഞു ദജ്ജാലുകൾ, ഈ ദജ്ജാലിൻ്റെ സ്വഭാവത്തിലെ ചില സ്വഭാവങ്ങൾ കാണിക്കുന്ന ചെറിയ ദജ്ജാലുകൾ വന്നു പോകുമെന്നും റസൂൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ആ വരുന്ന ദജ്ജാലുകളുടെ പ്രത്യേകത, അവരൊക്കെ ഞാൻ പ്രവാചകനാണെന്ന് സ്വയം അവകാശപ്പെടും എന്നുള്ളത്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യപ്രവാചകനാണെന്നുള്ളത് മുസ്ലിങ്ങളുടെ വിശ്വാസമാണ്. പക്ഷേ പുതിയ പ്രവാചകനാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇത്തരത്തിൽ ചെറിയ ചെറിയ ദജ്ജാലുകൾ വന്നു പോകുമെന്നും പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളെ ഇന്ത്യയിൽ പോലും പലരും ഇതേപോലെ ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ അവകാശപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. ദജ്ജാലിൻ്റെ രൂപത്തെക്കുറിച്ചും പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽ സൊഹീഹുൽ ബുഖാരിക്കകത്തുള്ള 7128 ഹദീസും സൊഹീഹ് മുസ്ലിമിൻ്റെ അകത്തുള്ള 2933 ഹദീസിലൊക്കെ നമുക്ക് ഈ വിഷയം കാണാൻ സാധിക്കും. അതിൽ ഒന്നാമതായിട്ട് ദജ്ജാലിൻ്റെ കണ്ണ് എന്ന് പറയുകയാണെങ്കിൽ അവൻ ഒറ്റ കണ്ണനാണ്, ഒരു കണ്ണിന് കാഴ്ചയില്ല എന്നുള്ളതാണ് ഒന്ന് റസൂൽ പഠിപ്പിച്ചൊരു കാര്യം. അതായത് ദജ്ജാലിന് ഒരു കണ്ണിന് കാഴ്ചയില്ല, ഒരു ഡിഫക്റ്റുള്ള വ്യക്തിയാണ്. രണ്ടാമതായിട്ട് അവനെ കണ്ട ഉടനെ ഇത് ദജ്ജാലെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അറബി അറിയുന്നവർക്കും അറബി അറിയാത്ത മുസ്ലിങ്ങൾക്കും, ലോകത്തിലെ സകല മുസ്ലിങ്ങൾ, സത്യവിശ്വാസികളായിട്ടുള്ള സകല ആൾക്കാർക്കും ഇവൻ ദജ്ജാലാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൃത്യമായി കൊണ്ട് അവൻ്റെ 2 കണ്ണുകൾക്കിടയിലായിട്ട് നെറ്റി ഭാഗത്ത് കാഫിർ എന്ന് എഴുതിയിട്ടുണ്ടാവുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിരുന്നുണ്ട്. ഇതൊരു രസകരമായ കാര്യം എന്താ അറിയോ? നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ പോലുമുള്ള പല ദജ്ജാലുകളുടെ ചെറിയ ചെറിയ വേർഷൻസ് ആയിട്ടുള്ള, അവരുടെ കുഞ്ഞു കുഞ്ഞു ദജ്ജാലുകളായിട്ടുള്ള പല ആളുകൾ, പല പെരുനുണയന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഷർട്ടിൽ വരെ കാഫിർ എന്ന് എഴുതിയിട്ട് അവർ വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇത് മുസ്ലിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കുകയാണ്. അതായത് അള്ളാഹു നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരികയാണ്, നിങ്ങൾ കേൾക്കുന്ന വ്യക്തിയുണ്ടല്ലോ അയാൾ ദജ്ജാലിൻ്റെ ശൈലി പിന്തുടരുന്ന ആളാണ്. അത് അവൻ തന്നെ എഴുതിയതാട്ടോ, അത് കോമഡി. അങ്ങനെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് അള്ളാഹു നമ്മൾ പലതും അറിയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ദജ്ജാലിൻ്റെ മുടി എന്ന് പറയുമ്പോൾ വളരെ ചുരുണ്ടതായിട്ടുള്ള, കട്ടിയുള്ളതായിട്ടുള്ള മുടിയായിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നീട് ശരീരപ്രകൃതിയെക്കുറിച്ച് പറയുന്നത് തടിച്ചിട്ടുള്ള ഒരു ചുവന്ന നിറമുള്ള വ്യക്തി കൂടിയായിരിക്കും അവനെന്നും പറയുന്നുണ്ട്. പിന്നെ നടക്കുന്ന സമയത്ത് കാലുകൾ അകത്തിക്കൊണ്ടായിരിക്കും നടന്നുകൊണ്ടിരിക്കുക, അങ്ങനെ നടക്കുന്ന സ്വഭാവമായിരിക്കും ദജ്ജാലിന് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതെല്ലാം കൃത്യമായിക്കൊണ്ട് വ്യക്തിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണെന്നുള്ളതാണ്. ഈ ദജ്ജാലുമായി ബന്ധപ്പെട്ട മനോഹരമായിട്ടുള്ള ഒരു അത്ഭുതകരമായ മറ്റൊരു ഹദീസ് കൂടി കാണാൻ സാധിക്കും. അതിൽ റസൂൽ പറയുകയാണ്, ഇസ്ഫഹാനിലെ ജൂതന്മാരിൽ പെട്ട 70,000-ഓളം ജൂതന്മാർ ദജ്ജാലിനെ പിന്തുടരും. അതായത് ദജ്ജാലിൻ്റെ പട്ടാളത്തിൽ ഇസ്ഫഹാനിലെ 70,000 ജൂതന്മാർ ഉണ്ടായിരിക്കും റസൂൽ പറയാണ്. എന്ന് മാത്രമല്ല അവർ തൊയാലിസ എന്നൊരു വസ്ത്രം ധരിച്ചവരുമായിരിക്കും. ഈ തൊയാലിസ എന്നുള്ളത് ഒരു പ്രത്യേക ഷാളിനെ കുറിച്ചാണ് പറയുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഇസ്ഫഹാൻ എന്ന് പറയുന്നത് അതെവിടെയാണ്? ഇന്നത്തെ ഇറാനിൻ്റെ അകത്തുള്ള ഒരു പ്രധാനപ്പെട്ട നഗരമാണ് ഇസ്ഫഹാൻ. തെഹ്റാനിൽ നിന്ന് ഏകദേശം ഒരു 500 കിലോമീറ്ററോ 440ഓളം കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. അവിടെ പ്രധാനമായിട്ടും ജുബേര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ യഹൂദർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവർ വളരെ പോപ്പുലേഷൻ കുറവാണ്. എന്നിട്ട് പോലും അവർക്ക് 13ഓളം സജീവമായിട്ടുള്ള സിനഗോഗുകൾ അവിടെ ഉണ്ട്. 13ഓളം സിനഗോഗുകൾ. ആ ഒരു ഇസ്ഫഹാൻ നഗരത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ തെഹ്റാൻ്റെ അകത്തായിക്കോട്ടെ ഒരൊറ്റ അഹ്ലുസുന്നയുടെ പള്ളി പോലും ഇല്ല. അതായത് അവിടെ ഒരുപാട് സുന്നി മുസ്ലിങ്ങൾ ജീവിക്കുന്നുണ്ട്. എന്നിട്ട് പോലും മുസ്ലിങ്ങൾക്ക് അവിടെ എന്തില്ല? പള്ളിയില്ല, അഹ്ലുസുന്നക്ക് പള്ളിയില്ല. നേരെ മറിച്ച് ഇസ്ഫഹാനിലെ ജൂതന്മാർക്ക് മാത്രമായിക്കൊണ്ട് 13ഓളം സിനഗോഗുകളുണ്ട്. അത് വളരെ വലിയ രീതിയിലുള്ള സപ്പോർട്ടും സഹായവും ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക.
അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വരവിനെ കുറിച്ചിട്ടാണ്. ദജ്ജാൽ ഇങ്ങനെ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സിറിയയിലുള്ള ദമസ്കസിലുള്ള വെള്ള ഗോപുരത്തിൻ്റെ സമീപമായിക്കൊണ്ട് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുമെന്നുള്ളത് ഒരു കൃത്യമായിട്ടുള്ള ഹദീസാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം ദജ്ജാലിനെ അന്വേഷിച്ച് പുറപ്പെടുകയും ദജ്ജാലിനെ പിന്തുടരുകയും ലുദ്ദി എന്നൊരു പ്രദേശത്ത് വെച്ച് ലുദ്ദി എന്ന് പറഞ്ഞ പ്രദേശത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ കവാടത്തിൽ വെച്ചുകൊണ്ട് അവനെ വധിക്കുകയും ചെയ്യും. ഇത് ഹദീസിൽ കാണപ്പെടുന്ന കാര്യമാണ്. ഇത് സഹീഹ് മുസ്ലിമിൻ്റെ അകത്തുള്ള ഹദീസ് നമ്പർ 2937. അതേപോലെ തന്നെ സുനൻ അബൂ ദാവൂദ്, സുനൻ തിർമിദിക്കകത്തൊക്കെ ഈ ഒരു ഹദീസ് കാണാൻ സാധിക്കും. ഇതിനകത്ത് പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, സിറിയയിലെ ദമസ്കസിലുള്ള വെള്ള ഗോപുരത്തെക്കുറിച്ച്. നമുക്കറിയാം അത് ഒരു വെള്ള ഗോപുരം, ഒരു മനോഹരമായിട്ടുള്ള വെള്ള ഗോപുരം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ലുദ്ദ് എന്നൊരു പ്രദേശം, അവിടെ വെച്ചുകൊണ്ടാണ് ദജ്ജാലിനെ വധിക്കുക. അപ്പോൾ എവിടെയാണ് ലുദ്ദ്? ഇന്നത്തെ ഇസ്രായേലിലെ ഭൂപടം പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ലുദ്ദി എന്നൊരു പ്രദേശം ടെൽ അവീവിൽ നിന്ന് ഏകദേശം 15-20 മിനിറ്റ് അല്ലെങ്കിൽ 20 കിലോമീറ്റേഴ്സ് തെക്ക് കിഴക്ക് മാറിയാണ് അത് കാണപ്പെടുന്നത്. അതായത് പ്രവാചകൻ്റെ കാലത്തും ലുദ്ദ് എന്നറിയപ്പെടുന്നത്, ഇപ്പോഴും അത് ആ പ്രദേശത്തെ ലുദ്ദ് തന്നെ അറിയപ്പെടുന്നത്. ഇസ്രായേലിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിമാനത്താവളമായിട്ടുള്ള ബെൻ ഗുറിയോൺ എയർപോർട്ട് യഥാർത്ഥത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഈ ലുദ്ദി എന്നൊരു നഗരത്തിലാണ്. ഇതിനെ പലപ്പോഴും ടെൽ അവീവ് എയർപോർട്ട് എന്ന് പറയാറുണ്ടെങ്കിലും ശരിക്കും ഇത് ലുദ്ദ് എന്ന നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു എയർപോർട്ടാണ്. ഈ ദജ്ജാലിൻ്റെ കൂടെ യഹൂദന്മാർ കൂടെയുള്ള കാരണം എന്താണ്? അതിനൊരു കാരണം എന്ന് പറയുകയാണെങ്കിൽ അവരിപ്പോഴും യേശു ക്രിസ്തുവിനെ, ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ മിശിഹയായിട്ട് അംഗീകരിച്ചിട്ടില്ല. അവരിപ്പോഴും ഒരു മിശിഹയെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ദജ്ജാൽ വരുമ്പോൾ ദജ്ജൽ മസീഹാണ്, ഞാൻ മിശിഹയാണെന്ന് പറയുന്ന ഒരാൾ കൂടിയാണ്. സ്വാഭാവികമായിട്ടും ഇവരെന്ത് ചെയ്യും? ഇവർ അയാളെ കൂടെ കൂടുന്നുള്ളതാണ്. അതേപോലെ തന്നെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇസ്ഫഹാൻ എന്ന് മാത്രമായിക്കൊണ്ട് 70,000 സോൾജേഴ്സ് പോകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഒരു വസ്ത്രത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും ആ ഒരു വസ്ത്രം അവർ പിന്തുടരുന്നതായിട്ടെല്ലാം കാണാൻ സാധിക്കും. പിന്നെ വേറൊരു കാര്യം, ഇതേ സമയത്ത് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പട്ടാളത്തിലും ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഗോത്രമാണ് തമീം ഗോത്രം. സൊഹീഹ് അൽ ബുഹാരിക്കകത്തും 2543, സൊഹീഹ് മുസ്ലിമിൻ്റെ അകത്തും 2525 ഹദീസുകളിൽ ബനു തമീം ഗോത്രത്തെക്കുറിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കൃത്യമായിട്ട് ഉദ്ധരിക്കുന്നുണ്ട്. ബനു തമീം ഗോത്രത്തിനെ പ്രവാചകൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. സഹാബികൾ പോലും ബനു തമീം ഗോത്രക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ പലപ്പോഴും അവരെ ബഹുമാനിച്ചതായിട്ടെല്ലാം ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ ദൂരിൽ നിന്ന് ബനു തമീം ഗോത്രത്തെക്കുറിച്ച് 3 കാര്യങ്ങൾ കേട്ടതിന് ശേഷം ഞാൻ അവരെ സ്നേഹിക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മളും അവരെ സ്നേഹിക്കണം. കാരണം എന്താ? റസൂൽ സ്നേഹിച്ചിട്ടുണ്ട്, സഹാബികൾ സ്നേഹിച്ചിട്ടുണ്ട്, അപ്പം നമ്മൾ സ്നേഹിക്കണം, അല്ലേ? നമ്മൾ സ്നേഹിക്കണം. അപ്പോൾ ഇതിൽ എന്താ കാര്യങ്ങളാണത്? ഒന്നാമതായിട്ട്, അവർ ദജ്ജാലിനെതിരെ ഏറ്റവും ശക്തമായി നിലകൊള്ളുന്നവരായിരിക്കും. രണ്ടാമത്, അവർ യുദ്ധക്കളത്തിൽ ഏറ്റവും ധീരന്മാരാണ്. മൂന്നാമതായിട്ട്, ബനു തമീം ഗോത്രത്തിൻ്റെ സദക്ക, ദാനധർമ്മങ്ങൾ പ്രവാചകനടുത്തേക്ക് എത്തി പ്രവാചകൻ പറഞ്ഞു, ഇത് നമ്മുടെ ജനങ്ങളുടെ സദക്കയാണ്. അതായത് റസൂൽ സ്വന്തം സമുദായമായിക്കൊണ്ട്, സ്വന്തം ജനങ്ങളായിക്കൊണ്ടാണ് ബനു തമീം ഗോത്രത്തിനെ കണ്ടിട്ടുള്ളത്. ഇനി ബനു തമീം ഗോത്രം എന്ന് പറയുന്നത് അത് ഉത്ഭവിച്ചിട്ടുള്ളത് അറേബ്യയിലുള്ള ഉപദ്വീപിൻ്റെ മധ്യഭാഗത്തുള്ള നജദ് എന്ന് പറയുന്ന പ്രദേശത്താണ്. പുരാതന അറേബ്യയിലെ അദ്നാനി വംശപരമ്പരയിൽപ്പെട്ടിട്ടുള്ള ഒരു ഗോത്രമാണിത്. ഇവരുടെ പിതാമഹനായിട്ട് അറിയപ്പെടുന്ന തമീം ബിൻ മുർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടിമയെ മോചിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ബനു തമീം ഗോത്രമായതുകൊണ്ട്. എന്ന് മാത്രമല്ല, അവർ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പരമ്പരയാണെന്ന് കൂടി അവിടെ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബനു തമീം ഗോത്രത്തെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മൾ കൂടി ചെയ്യേണ്ട കാര്യമാണ്. ബനു തമീം ഗോത്രത്തിൻ്റെ അകത്ത് ഒരുപാട് പണ്ഡിതന്മാർ വന്നിട്ടുണ്ട്. അത് അറിയപ്പെടുന്ന പണ്ഡിതനാണ് ഷൈഖ് മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല. അദ്ദേഹം സൗദി അറേബ്യയിലെ നജദ് പ്രദേശത്തുള്ള ഉയൈനയിൽ ജനിച്ച വ്യക്തിയാണ്, തമീം ഗോത്രക്കാരനാണ്. അടുത്തതായിട്ട് ഇമാം ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ല. അദ്ദേഹം ഖിദത്ത് ത്വവാഫിയയുടെ പ്രശസ്തമായിട്ടുള്ള വ്യാഖ്യാനം രചിച്ചിട്ടുള്ള പണ്ഡിതനാണ്. പിന്നെ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ നാസിർ അസ്സഅദ് റഹിമഹുല്ല, അദ്ദേഹം തഫ്സീർ സഅദിയുടെ രചയിതാവാണ്. അതേപോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമിൻ റഹിമഹുല്ല, ഇബിൻ ഉസൈമിൻ എന്നറിയപ്പെടുന്ന സൗദിയിലെ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയിട്ടുള്ള മഹാനായിട്ടുള്ള പണ്ഡിതൻ. വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ ഖത്തർ ഭരണാധികാരികൾ അവർ തമീം ഗോത്രക്കാരാണ്. ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി, അദ്ദേഹമാണ് ഇന്നത്തെ ഭരണാധികാരി. തമീം ഗോത്രക്കാരനാണ് അദ്ദേഹം. 2013 അദ്ദേഹം തൻ്റെ പിതാവിൽ നിന്ന് ഭരണം ഏറ്റെടുത്തിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഭരണാധികാരിയിൽപ്പെട്ട ഒരു ഭരണാധികാരി കൂടിയാണ് അദ്ദേഹം. ഇൻഷാ അല്ലാഹ് മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.